അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മോമിനിങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ പലക്ക പറയുക ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിഷയം നിങ്ങൾക്കെല്ലാവരും ഗുന്തായ പോലെമേ ഇതൊരു പുതിയ വർഷത്തെ സ്റ്റാർട്ടിങ് നാളിലായിട്ടിക്കട് ഞങ്ങൾ ഉള്ളത്. അതായത് ഒരു വർഷത്തെ ആരംഭത്തിലായിട്ടിക്കട് ഞങ്ങൾ ഉള്ളത്. ഏതൊരു കാര്യത്തെ തുടക്കം നല്ല എങ്കിൽ ഒടുക്കവും നല്ല ഒരു ഇതുണ്ടായിട്ടിക്കട്, അതായത് സ്റ്റാർട്ട് നല്ല എങ്കിൽ എൻഡ് നല്ല ഒരു ഇതുണ്ടായിട്ടിക്കട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പഠിച്ചു വന്ന എനിക്കത്തെ ഒരു വിഷയം പിരിസത്തെ മോമിനിങ്ങളെ. അപ്പം ഞങ്ങൾ ഉള്ളത് വിശുദ്ധ മുഹറം തിങ്കളുടെ നാളിലായിട്ടിക്കട്, അതായത് മുഹറം ജൻഡ നാളിലായിട്ടിക്കട് ഞങ്ങൾ ഉള്ളത്. അപ്പം ഞങ്ങൾ ഈ ഒരു സ്റ്റാർട്ടിൽ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ഞങ്ങൾ എടുക്കൊരു തീരുമാനങ്ങൾ അത് ചിലപ്പോൾ ഈ ഒരു വർഷം ഫുള്ളും ഞങ്ങൾക്ക് മനസ്സിന് ശാന്തിയും നെമ്മതിയും സന്തോഷവും റാഹത്തും തരും. ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ഒരു വർഷം ഫുള്ള് ഞങ്ങൾ ബെടക്കാക്കും. അപ്പം ഞങ്ങൾ നല്ലത് കിട്ടണിക്കത്തെ, നെമ്മതി കിട്ടണിക്കത്തെ, ഹൈറ് കിട്ടണിക്കത്തെ, റാഹത്ത് കിട്ടണിക്കത്തെ ഒരു അവസ്ഥ എന്തൊരു അത് ഞങ്ങൾ ആക്കിയിട്ടെടുക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കണം. പിരിസത്തെ മോമിനിങ്ങളെ, അല്ലാഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഞങ്ങൾ ആക്കിയ തപ്പുങ്ങൾക്ക് മാപ്പ് തന്നിട്ട് പുതിയ വർഷങ്ങളിലെല്ലാം നല്ല റാഹത്തിൽ തഖ്വൽ ജീവിക്കുള്ള വലിയ ഹൈറായ ജീവിതം തന്ന് അനുഗ്രഹിക്കട്ടെ. പിരിസത്തെ മോമിനിങ്ങളെ, ಎಲ್ಲರಿಗೂ ನಾನು ಹೊಸ ವರ್ಷದ ಶುಭಾಶಯಗಳನ್ನು ನಾನು ಚೊಂದುಂಟುಳ್ಳ. എന്തൊക്കെ ചെന്നെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ടിക്കട് ഞങ്ങൾ പുതിയ വർഷത്തെ ശുഭാശയ ചൊല്ലണായത് അത് ജനുവരി 1 നാളിലല്ല. ജനുവരി 1 അത് ക്രിസ്ത്യാനികളും ഇതര മതസ്ഥരുമായിട്ടിക്കട് അണ്ട് ശുഭാശയ ചൊല്ലണായ ഈ ഒരു പുതിയ വർഷത്തേക്ക് ശുഭാശയ ഈ ഒരു ഹിജ്റ വർഷം അഥവാ മുഹറം വർഷാണ്ടും ചൊല്ലാറ്, അല്ലെങ്കിൽ ഹിജ്റ വർഷാണ്ടും ചൊല്ലാം. ഇങ്ങനത്തെ ഈ ഒരു വർഷത്തേക്ക് അതിരെ ഈ ഒരു പുതിയ വർഷം ഈ ഹിജ്റ വർഷത്തെ കണക്കാക്കണായത് അത് മുസ്ലിമീങ്ങളായ ഞങ്ങളായിട്ടിക്കട. അതുകൊണ്ട് പിരിസത്ത മോമിനിങ്ങളെ, ഞാൻ എല്ലാ ആൾമാർക്കും പുതിയ ഒരു വർഷത്തെ ശുഭാശയ ചെന്നിട്ട് ഈ ഒരു വർഷം എല്ലാവർക്കും ഹൈറാവട്ട് ചെന്നിട്ട് ഞാൻ ദ്വാരുന്നുണ്ടുള്ള. പിരിസത്ത മോമിനിങ്ങളെ, 3 വിഷയമായിട്ടിക്കട് ഈ വീഡിയോയിൽ ചൊല്ല ഉദ്ദേശിക്കുന്നത്. ഈ 3 വിഷയം ഞങ്ങൾ ആക്കിയെങ്കിൽ, ഈ 3 വിഷയത്തിൽ സക്സസ് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വർഷം മാത്രമല്ല എല്ലാ ജീവിതം ഫുള്ളും ഞങ്ങൾക്ക് ഒരു റാഹത്തും നെമ്മതിയുമായിട്ടിക്കട്. അപ്പോൾ ആ 3 വിഷയങ്ങളായിട്ടിക്കട് ഈ വീഡിയോയിൽ ഞാൻ ചൊല്ല ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് പിരിസത്ത മോമിനിങ്ങളെ, ഈ ഒരു വർഷത്തെ സ്റ്റാർട്ടിങ് നാളായിട്ടുള്ള സ്റ്റാർട്ടിങ് ടൈം ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ ഞാൻ ചൊല്ല ഉദ്ദേശിക്കുന്നത് ഈ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ഞങ്ങൾ ഈ 3 വിഷയങ്ങൾ ആക്കുക തയ്യാറാവണം. സിമ്പിൾ വിഷയ. ഒന്നാമത്തേത് അള്ളാഹുട്ട മഗ്ഫിറത്ത് കേൾക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ നാണാക്കി എത്രയോ തപ്പും കൊണ്ട് പഠിച്ചോനെ നക്ക് നിന്നെ മാപ്പാക്കി താ. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ആക്കിയ തപ്പുകു മാപ്പാക്കി താ ചൊന്നിട്ടു ഞങ്ങൾ എന്താക്കണു അള്ളാഹുട്ട ദ്വാർക്കണു. രണ്ടാമത്തെ കാര്യ, ഇനി ഞാൻ തപ്പുലല്ല കഴിഞ്ഞു പോയ വർഷത്തിലല്ല ഞാൻ ആക്കിയ പോലത്തെ ആ ഒരു നാത്ത ജീവിത, ആ ഒരു ബെടക്ക് ജീവിത, നിസ്കാര കറക്റ്റ് ടൈമുകില്ല, ആൾമാട്ടം ഉണ്ടുമ്പോൾ അതബലും ഉണ്ടല്ല, ബഹുമാനിക്കണാതിരെ ബഹുമാനിക്കില്ല, ഒട്ടാസി ഇന്ന് എൻ്റെ ജീവിതത്തെ തൊട്ടു ഞാൻ നല്ലായിട്ട് ഒരു നല്ല നിലക്ക് ഞാൻ ജീവിക്കണു. ഇത്രത്തോളം എൻ്റെ നിസ്കാരം ഒട്ടാസി നിസ്കരിക്കറെങ്കിലേ എപ്പെപ്പോൾ നിസ്കരിച്ചോണ്ടിരുന്നങ്ങ എന്താക്കണു ഈ ടൈമുക നിസ്കരിക്കറേണ്ടുള്ളൊരു തീരുമാനത്തുക്ക് പറഞ്ഞു. ടൈമുക നിസ്കരിക്കറങ്ങ ജമാഅത്തായി നിസ്കരിക്കറേണ്ടുള്ള തീരുമാനത്തുക്ക് പറഞ്ഞു. ജമാഅത്തായി നിസ്കരിക്കറങ്ങ സുന്നത്ത് നിസ്കാരവും കൂടി, അതായത് റവാത്തിബ് നിസ്കാരവും കൂടി ഞാൻ നിസ്കരിക്കേണ്ട തീരുമാനിക്കണം. അങ്ങനെ നല്ല നല്ല വിഷയങ്ങൾ വാക്യ തബാറക്ക് എന്ത് ഓതാത്ത ആൾമാരുള്ള അങ്ങ് ഞാൻ ഇനി ഈ വർഷത്തിൽ പിന്നെ ഇന്നത്തെ നാളിൽ പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ വാക്കിയ സൂറത്ത് ഓതുറ, ഞാൻ തബാറക്ക സൂറത്ത് ഓതുറ, ഞാൻ ഹദ്ദാദ് ചൊല്ലുക ചെന്നിട്ടുള്ള തീരുമാനം നിങ്ങളെ മനസ്സിൽ ഇപ്പമേ ഞങ്ങൾ എടുക്കണു. അപ്പോൾ ആക്കിപ്പോയ തപ്പുകൾ തൊട്ടുള്ളാട്ട് മാപ്പ് കേൾക്കണമെന്നു. രണ്ടാമത്തേത് ഇനി ഫ്യൂച്ചർ ഇനിയുള്ള നാളിൽ ഞാൻ നല്ല നല്ലൊരു ലൈഫ് ഫുള്ളൊരു നല്ല ലൈഫ് ആക്കിയിട്ടെടുക്കുവാനായിട്ട് തീരുമാനം മനസ്സിലെടുക്കണം. മൂന്നാമത്തത് എടുത്ത തീരുമാനം പോലെമേ ഞങ്ങൾ ആക്കണം. അതായത് ഞങ്ങൾ തീരുമാനം എടുത്താൽ ഇനി ഞങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കടാ, ഇനി ഞങ്ങൾ റവാത്തിബ് നിസ്കരിക്കടാ, ഇനി ഞങ്ങൾ വാക്യ തബാറക്ക് ഓതുറാൻ ഹദ്ദാദ് ഓതുറാണ്ടുള്ള തീരുമാനം എടുത്തല്ലേ അതുപോലെ ഞാൻ ആക്കി ജീവിക്കുക. അത് എടുത്ത തീരുമാനം പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുവാനായിട്ട് ഞങ്ങളെല്ലാവരും മനസ്സിലൊന്നു തീരുമാനത്തെ പോലെമേ ഗട്ടിയായിട്ട് ശ്രമിക്കണം. അല്ലാഹു തആല നിങ്ങൾക്ക് സഹായിക്കും. ഇങ്ങനെ ആയെങ്കിൽ ഈ ഒരു ലൈഫ്
അർത്ഥവത്തായ ലൈഫായിട്ടിക്കട്. കുറേ വിഷയങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്തിനാ ചൊല്ലോ പോയില്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടിക്കട്. അതായത് ആക്കിപ്പോയ തപ്പുറത്തൊട്ട് അള്ളാഹുട്ട പൊറുക്കല്ലേ കേൾക്കേണ്ടുള്ളത്, അത് നിർബന്ധമുള്ള കാര്യമായിട്ടിക്കട്. അപ്പോൾ അത് നിങ്ങൾ ആക്കിയ അതേ ടൈമിലോ ഇനി നങ്ങ നല്ല നല്ല വിഷയത്തിന് തീരുമാനം എടുക്കുക. അപ്പോൾ അതും നല്ല കാര്യമായിട്ടിക്കട്. മനസ്സിൽ നല്ല കാര്യം തീരുമാനിക്കരുത്, അത് വലിയ സവാബുള്ള എനിക്കത്തെ കാര്യമായിട്ടിക്കട്. രണ്ടാമത്തേത്. മൂന്നാമത്തേതാ ആക്കിയ തീരുമാനം പോലെ പ്രാക്ടിക്കലായിട്ട് ആക്കുമല്ല പരിശ്രമത്തിൽ നിങ്ങൾക്കിടാം, അതും നല്ല ഒരു കാര്യമായിട്ടിക്കട്. ഏതർത്ഥത്തിൽ നോക്കുമ്പോൾ പെർഫെക്റ്റ് ലൈഫ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ബണ്ട് അള്ളാഹു ഈ ചൊല്ലുക നങ്ങാകും. ഏതൊരു വിഷയം ചൊല്ലുക ഈസിയല്ലേ, അള്ളാഹു താല നിങ്ങൾക്ക് ആക്കോ തോഫീക്ക് തരട്ട്. ഫസ്റ്റ് നണ്ടട്ടവും പിന്നെ നിങ്ങൾട്ടവും ഞാൻ വസിയത്താക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ ദുആ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളെ എല്ലാ ആൾമാർക്ക്, ഞങ്ങളെ ഉമ്മ ബാപ്പ ഉസ്താദുമാർ പെഞ്ഞായി മക്കങ്ങൾ കുടുംബങ്ങളെ സ്നേഹിച്ച സഹായിച്ച ഭക്ഷണം തന്ന എല്ലാ ആളുകൾക്ക് റബ്ബേ നീ പൊറത്തു കൊടുക്കണേ അല്ലാ. പുതിയ വർഷം ഖൈറ് മാത്രം കിട്ടുന്ന വർഷമാക്കണേ അല്ലാ. നിന്റെ എല്ലാവിധ അദാബിനെ തൊട്ട് നിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളെ മനസ്സിൽ കുറേ മുറാദുകളുണ്ട്, ഞങ്ങളെ നന്നായി ജീവിക്കണം, ഖൈറിൻ്റെ അഹ്ലുകളിൽ പെടണമെന്ന് നമുക്ക് മുറാദൊക്കെ ഉണ്ട്. റഹ്മാനായ റബ്ബേ, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ അല്ലാ. പഠിച്ചവനെ, നന്മ മാത്രം കിട്ടുന്ന ഈ വർഷമാക്കി ഈ വർഷം ഞങ്ങൾക്ക് കബൂലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ ആൾമാർ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് ദുആ കൊണ്ട് വസിയത്താക്കിടങ്ങുള്ളാറ്. പഠിച്ചവനായ റബ്ബേ, അങ്ങനെ എല്ലാ മുറാദ് നീ ഹാസിലാക്കണമല്ല. മങ്ങിലായിട്ട് മക്കളില്ലാത്ത പേരിൽ ബേജാർ അനുഭവിക്കുന്ന എത്ര ദമ്പതിമാരുള്ളാർ റബ്ബേ, അങ്ങ് നല്ല മക്കളെ നീ നസീബാക്കണമല്ല. ഉള്ള മക്കളെ അവസ്ഥ കണ്ടിട്ട് കണ്ണീരിത്തുപാട്ട് എനിക്കത്തെ എത്ര രക്ഷിതാക്കങ്ങളുള്ളാർ റബ്ബേ. ഈ മുഹറമുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ആ മക്കളുടെ സ്വഭാവം നീ നല്ലാക്കല്ല. നിസ്കരിക്കാത്ത എല്ലാ ആൾമാർക്കും നിസ്കരിക്കുള്ളൊരു മനസ്സ് നീ കൊടു പഠിച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും ദുആ നീ കബൂലാക്കല്ല. ഹോസ്പിറ്റലിലുള്ള എത്ര ആൾമാരുള്ള എനിക്കെല്ലാം കാമിലായ ആജിലായ ഷിഫ നിൻ്റെ ഔദാര്യം കൊണ്ട് നീ കൊടുക്കുന്നു പഠിച്ചവനെ. നിൻ്റെ എല്ലാവിധ രോഗങ്ങളെ തരലിനെ തൊട്ട് ഞങ്ങളെല്ലാവരെ കാക്കല്ല. ബി റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.